നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു പ്രിലിമിനറി ഓവർവ്യൂ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രിലിമിനറി ചാപ്റ്ററിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡന്റൽ ദെയർടു എന്നുള്ള ചാപ്റ്ററാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഒരു PDF വെർഷനാണ്. കോപ്പിറൈറ്റ് എക്സ്ക്ലൂസീവ്ലി ICAയുടെ ഞാനത് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത് എന്താ പറയുക ഇത് ഇവിടെ പബ്ലിഷ് ചെയ്യണമെന്നേ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കാം. ഇൻകോർപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എൻ്റെ ഇതിൽ ഒരു 12%, അതായത് 12 മാർക്ക് വരെ വെയിറ്റേജ് വരാനുള്ള ഒരു ഏരിയയാണ് ഇൻകോർപ്പറേഷൻ. മുമ്പ് പറഞ്ഞതുപോലെ CA ഇൻ്റർവ്യൂവിന് പഠിക്കുമ്പോൾ ബേസിക്സ് പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കമ്പനി ലോ ഇന്നും ഫൈനലിൽ വീണ്ടും കൊണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി മാത്രം എന്നൊരു ഇതിലോട്ട് ചെയ്യുന്നത് ബുദ്ധിയല്ല. കാരണം അല്ലാതെ തന്നെ നമ്മൾ കമ്പനി ലോയുടെ ബേസിക്സ് അറിയണം, അല്ലെ? കമ്പനി ലോയുടെയൊക്കെ ബേസിക്സ് അറിഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളത് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരുന്നാൽ മാത്രമേ ഫൈനലിൽ പഠിക്കാനും മറ്റുള്ള പ്രൊഫഷണൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഒരു എന്താണ് പഠിക്കാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഏരിയസ് എന്തൊക്കെയാണെന്ന് സാർ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി പഠിക്കേണ്ട ഏരിയസ് ഒന്ന് ഫോർമേഷൻ ഓഫ് കമ്പനി, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. ഈ 2 ചാപ്റ്ററുമാണ് ഏറ്റവും കൂടുതൽ, ഈ 2 പാർട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ എന്താണ്, ഇൻകോർപ്പറേഷൻ്റെ സ്റ്റേജസ് നിലയിൽ പഠിക്കണം. പ്രത്യേകിച്ച് ഇൻകോർപ്പറേഷൻ്റെ ഫോംസ് അതധികം സ്റ്റഡി മെറ്റീരിയൽ ഇല്ലെങ്കിൽ NCയുടെ വെബ്സൈറ്റിലോ ഗൂഗിളോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷൻ ഫോംസ് കിട്ടും. ഡയറക്ടറിന്റെ കൺസെന്റ് ഫയൽ ചെയ്യേണ്ടത്, അതിലെ എന്താണ് ഇൻകോർപ്പറേഷൻ സ്പൈസ് ഫോം, പേര് കിട്ടേണ്ട എന്താണ് റൺ എന്നൊരു എന്താ പറയുക ഫോം, അങ്ങനത്തെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് എപ്പോഴും ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇൻകോർപ്പറേഷനിൽ പഠിക്കേണ്ട മെയിനായിട്ട് കാര്യം ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പനി വൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫൈനലായിരിക്കും. ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ് എവിഡൻസ് ആണ്, അല്ലെ? വളരെ ഫേമസ് ആയിട്ടുള്ള മൂസ വേഴ്സസ് ഇബ്രാഹിം, ഏതാണ് കേസ്? മൂസ MOOSA വേഴ്സസ് ഇബ്രാഹിം എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഇൻകോർപ്പറേഷന്റെ പ്രൊസീജിയർ എല്ലാം പാലിച്ചു കഴിഞ്ഞ് ഒരു കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ് എവിഡൻസ് ആണ്, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുള്ളതിന്റെ കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അപ്പൊ അത് അവിടെ ഒരു ഏരിയയിൽ നോക്കണം. പിന്നെ ഒരു പുതിയൊരു കമ്പനിയാണ് അറിയാലോ, OPC, 1 person കമ്പനി. ഡെഫിനിഷൻ 2 clause 62 കിടക്കുന്ന OPC. എന്താണ് OPC എന്ന് വെച്ചാൽ ഒരാളെ വെച്ച് തന്നെ നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ 3 ടൈപ്പ് കമ്പനിയാണ് ബേസിക്കലി ഉള്ളത്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, പിന്നെ OPC. തലകുത്തിനെ പറഞ്ഞാൽ OPC 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. ഈ 3നും വേണ്ട മിനിമം മെമ്പേഴ്സ് എന്തൊക്കെയാണ്? OPCക്ക് 1 ആൾ വേണം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 ആൾ വേണം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് 7 ആൾ വേണം. അപ്പൊ ഇങ്ങനെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനി തിരിച്ചിരിക്കുന്നത്. OPC എന്ന് പറയുന്നത് ഒരാളെ വെച്ച് മാത്രം നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അയാൾ മരിച്ചു പോയോ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നോമിനിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. അങ്ങനെയാണ് നമ്മൾ മെമ്മറാണ്ടം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ OPC ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻകോർപ്പറേഷനും അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ യൂണിക്നെസ്സും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് സെക്ഷൻ 8 കമ്പനി. പഴയ ലോയിൽ സെക്ഷൻ 25 കമ്പനിയായിരുന്നു, അതിപ്പോൾ മാറി സെക്ഷൻ 8 കമ്പനിയായി. അപ്പോൾ അത് ബന്ധപ്പെട്ട ഏരിയാസ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, അതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക. പൊതുവെ ഈ ചാപ്റ്ററിൽ OPCയും സെക്ഷൻ 8 കമ്പനിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒന്നിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ അടുത്ത് പഠിക്കേണ്ട ഏരിയ, ഈ പഠിക്കേണ്ട മെയിൻ ഏരിയസ് മാത്രമേ സാർ പറയുന്നുള്ളൂ. ഇടയ്ക്കുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതിയാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയയാണ് മെമ്മറാണ്ടവും ആർട്ടിക്കിൾസും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ലെവലിൽ. മെമ്മറാണ്ടം പഠിക്കുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ അടുത്ത് പഠിക്കേണ്ടത് അതിന്റെ ഡിഫറെന്റ് ക്ലോസസ് ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? നെയിം ക്ലോസ്, എന്താണ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഓബ്ജക്ട് ക്ലോസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്. ഈ എല്ലാ ക്ലോസിനെ കുറിച്ചും നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. എസ്പെഷ്യലി അതിൻ്റെ അകത്ത് ഓബ്ജക്ട് ക്ലാസ് നിലയിൽ പഠിച്ചിരിക്കണം. ഓബ്ജക്ട് ക്ലാസ് പഠിക്കുമ്പോഴാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് പഠിക്കേണ്ടത്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പഠിക്കുമ്പോൾ എന്താണ്, ആഷ്ബറി റെയിൽവേ കമ്പനിയുടെ ഒരു കേസ് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ആഷ്ബറിയുടെ കേസ്. അതും കൂടെ ഒന്ന് നോക്കി പോകുന്നതല്ല. എന്താണ് അൾട്രാ വൈറസ്? കമ്പനിയുടെ മെയിൻ ഓബ്ജക്ട്സിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഓബ്ജക്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഒരു കമ്പനി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ്. അൾട്രാ വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? വോയിഡ് അബ് ഇനിഷ്യോ ആണ്. കമ്പനിയോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയോ ആരെയും തന്നെ അത് ബാധിക്കത്തില്ല. അപ്പൊ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ജനറൽ പബ്ലിക്കിന് നിയമപരമായിട്ട് പോലും അതിനൊരു നിലനിൽപ്പുണ്ടാവത്തില്ല. അതുമാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സിന് പോലും ആ ട്രാൻസാക്ഷൻ പിന്നെ റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയെ ബാധിക്കാത്ത അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിൽ പറയാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ഉദാഹരണം, കമ്പനി ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് ചോദിക്കുക. കുറെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അത് ലോൺ കൊടുത്തു തുടങ്ങി. ലോൺ കൊടുക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സിലുണ്ടോ? ഇല്ല, ചുമ്മാ ലോൺ കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ലോൺ കൊടുത്തു തുടങ്ങുമ്പോൾ ആ ലോൺ ട്രാൻസാക്ഷൻ ഈസ് അൾട്രാ വൈറസ്. കാരണം
ലോൺ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ ഓബ്ജക്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ അത് വോയിഡ്, ആ ട്രാൻസാക്ഷൻ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ ദാറ്റ് കനോട്ട് ബി ഈവൻ റാറ്റിഫൈഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതാണ് ആ കൺസെപ്റ്റ്. മെമ്മറാണ്ടത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ എല്ലാ ക്ലോസസും പഠിക്കണം. പ്രത്യേകിച്ച് ഓബ്ജക്ട് ക്ലാസ്സിന് ഊന്നൽ കൊടുത്ത് പഠിക്കുക. പിന്നെ നെയിം ക്ലോസും നിലയിൽ പഠിക്കുക. പേര് എങ്ങനെ കിട്ടുന്നു, റൺ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ കമ്പനിയുടെ പേര് അൺഡിസൈറബിൾ ആയിരിക്കാൻ പാടില്ല, എത്ര പേര് അപ്ലൈ ചെയ്യണം, എത്ര ഫീസ് കൊടുക്കണം, കമ്പനിയുടെ പേരും കമ്പനിയുടെ ഓബ്ജക്റ്റുമായിട്ട് ലിങ്ക് ഉണ്ടാവണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. റിസർവേഷൻ ഓഫ് നെയിം പഠിക്കണം. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് നിലയിൽ പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി അവിടെ കമ്പനിയുടെ പേര് അൺഡിസൈറബിൾ ആവാൻ പാടില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നിലയിൽ പഠിക്കാം. അത് കഴിയുമ്പോൾ മെമ്മറാണ്ടം കഴിയും. പിന്നെ ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ഇന്റേണൽ റെഗുലേഷനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഈ മെമ്മറാണ്ടം പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ ഇല്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഡോക്ടറിൻസ് ആണ്. നേരത്തെ ഒരു ഡോക്ടറിൻ പറഞ്ഞു, ഡോക്ടറിൻ ഓഫ് അൾട്രോവൈറസ് ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വേറെ 2 ഡോക്ടറിനാണ്. ഒന്ന് ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, രണ്ടാമത്തത് ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഈ 2 ഡോക്ടറിനെ കുറിച്ചും നല്ല എന്ത് ചെയ്യാം, പ്രത്യേകം നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ 2 ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്, ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടവും ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ്. ഇതിന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓരോ ക്ലോസും ഓൾട്ടർ ചെയ്യുന്നത് പ്രത്യേകം പഠിക്കും. ആൾട്ടറേഷൻ ഓഫ് നെയിം ക്ലോസ്, ആൾട്ടറേഷൻ ഓഫ് ഓബ്ജക്ട് ക്ലോസ്, ആൾട്ടറേഷൻ ഓഫ് രജിസ്റ്റർഡ് ഓഫീസ് ക്ലോസ്, ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ്, ആൾട്ടറേഷൻ ഓഫ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് പൊതുവെ ഓൾട്ടർ ചെയ്യാറില്ല, എങ്കിലും ആ ഏരിയയും കൂടെ നിലയിൽ നോക്കണം. എസ്പെഷ്യലി രജിസ്റ്റർഡ് ഓഫീസ് ക്ലോസ് മാറ്റുന്നതിനെ കുറിച്ച് നിലയിൽ നോക്കാം. രജിസ്റ്റർഡ് ഓഫീസ് ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിന് പല രീതിയിലുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ വിത്തിൻ ദ സ്റ്റേറ്റ്, ഔട്ട്സൈഡ് സ്റ്റേറ്റ്, അല്ലെ, വിത്തിൻ ദ സിറ്റി ലിമിറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രത്യേക ഫോംസും അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്ത് റെസൊല്യൂഷൻ പാസ്സാക്കണം, ബോർഡ് റെസൊല്യൂഷൻ ആണോ, ഓർഡിനറി റെസൊല്യൂഷൻ ആണോ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണോ, നാഷണൽ കമ്പല്ലർ ട്രിബ്യൂണലിന്റെ കൺഫർമേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള ഏരിയാസ് വളരെ നിലയിൽ നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോൾ കഴിയും. ഇനി അടുത്ത് അവസാനമായിട്ടുള്ള ഒരു ഇതാണ് രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ച് ഒരു ലൈൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. എന്താണ് രജിസ്റ്റേർഡ് ഓഫീസ്? രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടും, അത് ഏത് ഫോമിലാണ് നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ലാസ്റ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്. ഇടയ്ക്ക് വെച്ചത് വേണ്ടാന്ന് വെച്ചു 2000-ലെ. അത് പുതിയ ആക്ട് വന്നപ്പോൾ ഒരു കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നായിരുന്നു. പിന്നെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസിനെ കുറിച്ചും കൂടെ ജസ്റ്റ് നോക്കിക്കുക. അതായത് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും, അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടും. അപ്പോൾ ഇത്രയും ഏരിയാസ് നമ്മൾ നോക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം, കൺവെർഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ കൺവെർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺവെർഷനാണ്? ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയായിട്ട് കൺവെർട്ട് ചെയ്യുന്നു, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവെർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ നല്ലതിൽ പഠിച്ചിരിക്കണം. അതിന് എന്ത് റെസൊല്യൂഷൻ വേണം എന്നുള്ളത് പഠിച്ചിരിക്കണം. ബേസിക്കലി ഒന്നുമല്ല, സെക്ഷൻ 14 ആണ്. സെക്ഷൻ 14 പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ആൾട്ടർ ചെയ്യണം. ഒരു കമ്പനിയെ പ്രൈവറ്റ് നിന്ന് പബ്ലിക് ആക്കാനും പബ്ലിക്കിന് പ്രൈവറ്റ് ആക്കാനും ബേസിക്കലി ചെയ്യുന്നത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാം. ആർട്ടിക്കിൾസ് എപ്പോൾ തൊട്ടാലും സെക്ഷൻ 14 അട്രാക്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനി ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്റ്റീവ് ക്ലോസസ് എടുത്തു മാറ്റിയാൽ അത് പബ്ലിക് കമ്പനി ആവും. പ്രൈവറ്റ് കമ്പനി ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്റ്റീവ് ക്ലോസസ് ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തിയാൽ അതെന്താവും? പ്രൈവറ്റ് കമ്പനി ആവും. അപ്പോൾ ഒന്നിട്ട് പറയാം, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് നിന്നും റെസ്ട്രിക്റ്റീവ് ക്ലോസസ് എടുത്തു മാറ്റിയാൽ അത് പബ്ലിക് കമ്പനി ആവും. അതേ പബ്ലിക് കമ്പനിയിൽ നിന്നും റെസ്ട്രിക്റ്റീവ് ക്ലോസസ് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റിയാൽ. അപ്പോൾ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനാണ്. ഇഫ് ഒരു ആർട്ടിക്കിൾസിൽ നിന്നും ഒരു പ്രൈവറ്റ് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റി എന്ന് പറയുന്നത് പബ്ലിക് ആവും. ഒരു പബ്ലിക് കമ്പനിയിൽ റെസ്ട്രിക്റ്റീവ് ക്ലോസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനിയും നമുക്കറിയാം. എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പ്രൈവറ്റ് ടു പബ്ലിക് ആക്കുമ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷനും ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 MGT 14 മതി. പക്ഷെ ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ കൂടെ എടുക്കേണ്ടി വരും, ട്രിബ്യൂണലിന്റെ അപ്രൂവൽ കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിഡറി കമ്പനി നോട്ട് ടു ഹോൾഡ് ഷെയർസ് ഇൻ ഹോൾഡിംഗ് കമ്പനി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് ഏരിയയും കൂടെ നോക്കിയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ ഞാൻ പറഞ്ഞല്ലോ 12% വരെ വെയിറ്റേജ് വരാനുള്ള ഒരു ചാപ്റ്ററാണ് ഇൻകോർപ്പറേഷൻ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കുന്നത് തെറ്റില്ല. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒന്നൊരു പറയണോ അല്ലേ? ഫോർമേഷൻ, ഇൻകോർപ്പറേഷൻ OPC ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്ഷൻ 8 കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആൾട്ടറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺവേർഷൻ ഓഫ് കമ്പനീസ്, ഒരു ക്വസ്റ്റൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനുള്ള ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഏരിയാസ് എങ്കിലും മിനിമം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കണം. പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ റിലവൻറ്റ് സെക്ഷൻ നമ്പേഴ്സും, പോയിന്റ് നമ്പർ 1, റിലവൻ്റ് ആയിട്ടുള്ള ഡോക്ടറിൻസ്, പോയിന്റ് നമ്പർ 2, 3 ഡോക്ടറിനുണ്ട് ആ ചാപ്റ്ററിൽ തന്നെ. ഡോക്ടറിൻ ഓഫ് അൾട്രാവൈറസ്, ഡോക്ടറിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ടറിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള കേസ് ലോസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷ്ബറി റെയിൽവേയുടെ കേസുണ്ട്, സാലമൗണ്ട് ആൻഡ് സാലമൗണ്ട് ഒരു കേസുണ്ട്.
അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂസ വേഴ്സസ് ഇബ്രാഹിമിൻ്റെ ഒരു കേസുണ്ട്. പിന്നെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് കേസസ് കൂടെ ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നത് തെറ്റില്ല. അപ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈ ഒന്നുകൂടി പറയാം, സെക്ഷൻ നമ്പേഴ്സ് വളരെ നിലയിൽ പഠിച്ചിരിക്കണം, അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡോക്ടറിൻസ് നിലയിൽ പഠിച്ചിരിക്കണം, ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കേസ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം നിലയിൽ പഠിച്ചിരിക്കണം. ഇത്രയും ആണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. മറ്റുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.